بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. حدثنا أبو موسى محمد بن المثنى حدثنا محمد بن جعفر قال حدثنا شعبة عن سماك بن حرب قال سماك بن حرب رضي الله عنه പറയുകയാണ് സമിഅതു ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു ജാബിർ ബിൻ സമുറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടു യഖൂലു പറയുന്നതായിട്ട് ഞാൻ കേട്ടു കാന റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന ആയിരുന്നു ലലീഅൽ ഫമി വലിയ വായ ഉള്ള ആളാണ്. വായ നല്ല വലുപ്പമുണ്ട്, പിന്നെ എന്തല്ല ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ആളല്ല. അഷ്കലല്ലൈൻ കൺകോണുകൾ വിശാലമായവരാണ്. കണ്ണിൻ്റെ കോണുകൾ വിശാലതയുള്ളവരാണ്. അങ്ങനെയാണ് ഒരർത്ഥം. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞ മറ്റൊരർത്ഥം എന്താ, അഷ്കലുൽ ഐൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നെ എന്താണ്, അന്ന ശുക്ലത ഹുംറത്തുൻ ഫി ബയാദിൽ ഐൻ, കണ്ണിൻ്റെ വെളുപ്പിലുള്ള ഒരു ചുവപ്പ്. അത് കണ്ണിൻ്റെ വെളുപ്പിൽ ചെറിയൊരു ചുവപ്പുണ്ട്. അത് നുബുവത്തിൻ്റെ അടയാളമായിട്ട് ചുവന്ന വരകൾ ഇങ്ങനെ ഉണ്ടാവും. വിധങ്ങളുടെ കണ്ണിൻ്റെ വെളുപ്പ്. അപ്പോൾ കണ്ണിൻ്റെ വെളുപ്പിൽ ഒരു ചുമപ്പുണ്ടായിരുന്നു, ചുവന്ന നാര് പോലത്ത ഒരു വര ഇങ്ങനെ ഉണ്ടാവും. അത് നുബുവത്തിൻ്റെ അടയാളമാണ്. കഴിഞ്ഞകാല വേദങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ എന്തായാലും ഈ ഹദീസിൻ്റെ അവസാനത്തിൽ നമ്മൾ അഷ്കലുൽ ഐനിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് ആദ്യത്തെ അർത്ഥമാണ്, കണ്ണിൻ്റെ കോണുകൾ കീറുകൾ എന്തായിട്ടുണ്ട്, വിശാലതയുള്ളവരായി. മനസ്സിലായില്ലേ? പിന്നെ മൻഹൂസൽ അഖിബി, മൻഹൂസൽ അഖിബി എന്താണ്, മടമ്പിൽ കൂടുതൽ മാംസം ഇല്ല, മടമ്പിൽ മാംസം കുറവാണ്. മടമ്പിൽ മാംസം കൂടിയാൽ വേഗത്തിൽ നടക്കാൻ കഴിയില്ല. അപ്പോൾ മടമ്പിൽ മാംസം കുറയണം, അത് പരിപൂർണതയുടെ അടയാളമാണ്. അങ്ങനെയായിരുന്നു ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല ശുഅബ, അവിടെ ഈ റാവികളിൽപ്പെട്ട ശുഅബ റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു ലി സിമാക്കിൻ, ഞാൻ സിമാക്ക് എന്ന ഈ ഹദീസിൻ്റെ റാവിയോട് ചോദിച്ചു, മാ ലലീഉൽ ഫമി, ഈ പറയപ്പെട്ട മൂന്ന് പിന്നെ പദങ്ങൾ, മൂന്ന് വിഷയങ്ങളാണല്ലോ ഉള്ളത്. ലലീഉൽ ഫം, അഷ്കലുൽ ഐൻ, മൻഹൂസുൽ അഖിബ്. ഇവ ഓരോന്നിനെ കുറിച്ചും ചോദിക്കുകയാണ്. ആരെ? മുമ്പുള്ള ശുഅബ റളിയല്ലാഹു അൻഹു സിമാക്ക് ബിൻ ഹർബിനോട് റളിയല്ലാഹു അൻഹു. മാ ലലീഉൽ ഫമി, എന്താ ഫമു ലലീആകുക എന്ന് പറഞ്ഞാൽ? അപ്പോൾ അദ്ദേഹം പറയാം അളീമുൽ ഫമി, വായ വലുതാവുക എന്നാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, മാ അഷ്കലുൽ ഐൻ, എന്താണ് അഷ്കലുൽ ഐൻ എന്ന് പറഞ്ഞാൽ? ഖാല, അദ്ദേഹം പറഞ്ഞു, തവീലു ശിഖിൽ ഐൻ, കണ്ണിൻ്റെ കീറ് നീണ്ടതാവുക എന്നുള്ളതാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, മാ മൻഹൂസുൽ അഖിബി? ഖാല, അദ്ദേഹം പറഞ്ഞു, ഖലീലു ലഹ്മിൽ അഖിബി, മടമ്പിൻ്റെ ഇറച്ചി മാംസം കുറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഹദീസിൻ്റെ റാവി തന്നെ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വിശദീകരിച്ചു. പിന്നെ അതാ حدثنا حناد بن السري قال حدثنا عبثر ابن القاسم عن أشعث يعني ابن സവ്വാർ. സവ്വാർ എന്നവരുടെ മകനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അഷ്അത്ത്, പല അഷ്അത്തും ഉണ്ടാവും. അതിൽ ഈ റാവി ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സവ്വാർ എന്നവരുടെ മകനെയാണ്. അൻ നബി ഇസ്ഹാഖ് അൻ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹും ഖാല, അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ സൗന്ദര്യം വിശദീകരിക്കുന്ന മനോഹരമായ ഹദീസാണ്. റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടു. ഫീ ലൈലത്തിൻ ഇൽഹിയാനിൻ, പൂർണ്ണചന്ദ്രൻ പ്രകാശിച്ച് നിൽക്കുന്ന ഒരു രാത്രിയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. നബി തങ്ങളുടെ സൗന്ദര്യം വിശദീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസാണിത്. ചെറിയ ഹദീസാണ്, കാണാതെ പഠിക്കണം. ചെറിയ ഹദീസുകളൊക്കെ കാണാതെ പഠിക്കണം. അപ്പോൾ വെറുതെ ഇങ്ങനെ ഓതിപ്പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൻ ഇൽഹിയാൻ, പരിപൂർണ ചന്ദ്രൻ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു രാത്രിയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഏത് സ്ഥിതിയിൽ? വഅലൈഹി ഹുല്ലത്തുൻ ഹംറാ, ഒരു ചുവപ്പ് വസ്ത്രം
ഒരു ചുവപ്പ് വസ്ത്രം അവിടുത്തെ മേലിലുണ്ട്. ചുവന്ന വസ്ത്രം അവിടുത്തെ മേലിലുണ്ട്. അപ്പം ഞാൻ ഫജഅൽതു അൻദുറു ഇലൈഹി, ഞാൻ നബിതങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങി. ഇലൽ ഖമരി, ചന്ദ്രനിലേക്കും ഞാനിങ്ങനെ മാറി മാറി നോക്കി. ഒരിക്കൽ ചന്ദ്രനിലേക്ക് നോക്കും, പിന്നെ റസൂലുള്ളാഹിലേക്ക് നോക്കും, പിന്നെയും ചന്ദ്രനിലേക്ക് നോക്കും, പിന്നെയും നബിതങ്ങളിലേക്ക് നോക്കും. എന്നിട്ട് അവസാനം മൂപ്പര് റിസൾട്ട് പറയാണ്, ഫലഹുവ, ആ നബിതങ്ങളാണ്, ഇന്ദീ, എൻ്റെ അടുക്കൽ, അഹ്സനു മിനൽ ഖമരി, ആ ചന്ദ്രനേക്കാൾ ഏറ്റവും ഭംഗിയുള്ളത്. അപ്പോൾ പരിപൂർണ ചന്ദ്രനുള്ള രാത്രിയിലാണ്. ഏറ്റവും ചന്ദ്രൻ ഭംഗിയായിട്ട് നിൽക്കുക 14 രാവിലാണ്. ആ 14 രാവിലെ ഞാനിങ്ങനെ ചന്ദ്രനെ നോക്കി, പിന്നെ റസൂലുള്ളാഹിലേക്ക്, പിന്നെ ചന്ദ്രനിലേക്ക്, അങ്ങനെ മാറി മാറി നോക്കി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതായിട്ട് എനിക്ക് ഇന്ദി എന്ന് പറഞ്ഞാൽ ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ. മനസ്സിലായില്ലേ? ഷബീഹുക ബദറുൽ ലൈലി ബൽ അൻത അൻവറൂ വഖദ്ദുക മിൻ മാഇൽ മലാഹാതി അസ്ഹറൂ. ഈ ഹദീസ് വായിക്കുമ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളുടെ കവിതകളൊക്കെ ഷറഹുകളിലൊക്കെ കാണാം. ഷബീഹുക ബദറുൽ ലൈലി, നബിയെ അങ്ങ് പരിപൂർണ ചന്ദ്രനെ പോലെയാണ്. ബൽ എന്നല്ല, അന്ത അൻവറു, പോരാ, അതിനേക്കാൾ പ്രകാശപൂരിതമാണ് അങ്ങ്. ഖദ്ദൂക മിമ്മാഇൽ മലാഹത്തി അസ്ഹറൂ, അങ്ങയുടെ കവിൾത്തടം ഭംഗിയുടെ വെള്ളം കൊണ്ട് പൂശിയതുപോലെയുണ്ട്, ഭംഗിയുടെ വെള്ളം. ഫയാ സീനത്തദ് ദുനിയാ വയാ ഗായത്തുൽ മുനാ, ഫയാ സീനത്തദ് ദുനിയാ, ഓ ലോകത്തിൻ്റെ സൗന്ദര്യമേ, വയാ ഗായത്തുൽ മുനാ, ഓ എല്ലാ ആഗ്രഹത്തിൻ്റെയും പരിധിയായവരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ ദല്ലദീ അൻ ഹുസ്നി വജ്ഹിക യുബ്സിറു, ആർക്കാണ് അങ്ങയുടെ സൗന്ദര്യം കാണാൻ കഴിയുക? ആർക്കാണ് അങ്ങയുടെ മുഖത്തിൻ്റെ കാന്തി ദർശിക്കാൻ കഴിയുക? ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയതാണ്. അപ്പോൾ അതാണ് നബിതങ്ങളുടെ സൗന്ദര്യം. حدثنا سفيان بن وكيع رضي الله عنه قال حدثنا حميد بن عبد الرحمن الرؤاسي عن زهير عن أبي إسحاق رضي الله عنهم قال അദ്ദേഹം പറയാണ്, സഅല റജുലുൻ, ഒരാൾ ചോദിച്ചു, അൽ ബറാഅ ഇബ്നു ആസിബിൻ, ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അകാന വജ്ഹു റസൂലില്ലാഹി മിസ്ല സൈഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം എന്തുപോലെയാണോ? വാള് പോലെയാണോ? വാള് പോലെ ഇങ്ങനെ വളർന്നിട്ടാണോ എന്നാണ് ചോദ്യം. അല്ല, ഷറഹിലൊക്കെ കാണാം ഫിത്തൂലി വല്ലം ആൻ, ആ നീളത്തിൻ്റെ വിഷയത്തിലും തിളക്കത്തിലും, നീണ്ടിട്ട് തിളക്കത്തിൽ, അപ്പോൾ വാള് നല്ല തിളങ്ങും, നല്ല തിളങ്ങി നിൽക്കുമല്ലോ, അതേപോലെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എന്ത് മുഖം? ഫഖാല, ബറാഅ ഇബ്നു ആസിബ് തങ്ങൾ പറഞ്ഞു, ലാ, അല്ല, ബൽ മിസ്ലൽ ഖമരി, ചന്ദ്രനെ പോലെ തിളക്കമുള്ളതും ഭംഗിയുള്ളതുമാണ്. വാളിനേക്കാൾ സൗന്ദര്യമുണ്ട് എന്തിനിക്ക്? ചന്ദ്രനിക്ക്. ചന്ദ്രനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ആര് പറഞ്ഞു? ബറാഅ ഇബ്നു ആസിബ്. ഹദ്ദസനാ അബൂ ദാവൂദ് അൽ മസാഹിഫി സുലൈമാൻ ഇബ്നു സൽമ റളിയല്ലാഹു അൻഹു. അബൂ ദാവൂദ് മൂപ്പരുടെ എന്താണ്? കുഞ്ഞത്തലമാണ്. യഥാർത്ഥ നാമം സുലൈമാൻ ഇബ്നു സൽമ. قال حدثنا النضر بن شميل عن صالح بن أبي الأخضر عن ابن شهاب عن أبي سلمة عن أبي هريرة رضي الله عنهم قال, അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, കാന റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, അബിയദ്ദ, വെളുത്ത നിറത്തിൻ്റെ ഉടമസ്ഥരാണ്, വെളുത്ത നിറാണ്. ഏതുപോലെ? കഅന്നമാ സ്വീഗ മിൻ ഫിദ്ദത്തിൻ, കഅന്നമാ സ്വീഗ മിൻ ഫിദ്ദത്തിൻ, ഒരു വെള്ളിയിൽ നിന്ന് കടഞ്ഞെടുക്കപ്പെട്ടതുപോലെ, വെള്ളിയിൽ നിന്നുള്ള കടഞ്ഞെടുക്കപ്പെട്ടതുപോലെ അത്രയും വെളുപ്പാണ്. റജില ശഅരി, മുടി ചീകിയൊതുക്കിയ പ്രകൃതമായിരുന്നു. റജില ശഅർ എന്ന് പറഞ്ഞാൽ മുടി ചീകിയൊതുക്കി, ഇങ്ങനെ ആടി പറക്കുന്ന രൂപത്തിലല്ല, നല്ല വൃത്തിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം.
حدثنا قتيبة بن سعيد قال أخبرني الليث بن سعد ലൈത്ത് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു. ലൈത്ത് ബിൻ സഅദ് എന്ന് പറഞ്ഞാൽ വലിയ താബിഈയാണ്. ഷാഫിഈ ഇമാമിൻ്റെ പിൻഭാഗത്ത് ഈജിപ്തിൽ അന്ത്യമാകുകയാണ്. യാ ഇമാമമ്മ അല്ല ഇമ്മത്തിൽ അർബഅ, 4 ഇമാമമാരോടൊപ്പമുള്ള ഇമാമവർകളെ എന്നാണ് അവിടുത്തെ മക്കാമിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. മാലിക് തങ്ങളുടെ സമകാലികനാണ്. പിന്നെ മാലിക് റളിയല്ലാഹു അൻഹു ഇല്ലേ, മാലിക്കി മദ്ഹബിൻ്റെ ഇമാം. ഷാഫിഈ ഇമാം പറഞ്ഞത് വഹുവ അഫ്ഖഹു മിൻ മാലിക്കിൻ, മാലിക് ഇമാമിനേക്കാൾ ഫിഖ് അറിയുന്ന ആളാണ് ആര്? ലൈത്ത് ബിൻ സഅദ്. വലാകിന്ന ഫിഖഹു ലയ്യഅഹു തലാമിദതുഹു, ശിഷ്യന്മാരാണ് അദ്ദേഹത്തിൻ്റെ ഫിഖഹൊക്കെ നശിപ്പിച്ചത്. അപ്പോൾ ഇവരുടെ ശിഷ്യന്മാർ അവിടുന്ന് ക്രോഡീകരിച്ചത് പിൻതലമുറയ്ക്ക് എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ ഫിഖ് ഒരു മദ്ഹബായിട്ട് ഇന്ന് നമ്മുടെ ഇടയിലില്ല എന്ന് മാത്രം. മാലിക് ഇമാമിനെക്കാളും ഫഖീഹാണ് ആര്? ലൈത്ത് ബിൻ സഅദ്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈജിപ്തിൽ പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും ചീരണി ഉണ്ടാവും. ഏത് സമയം പോയാലും അവിടുത്തെ നാദരീങ്ങൾ ഭക്ഷണവും ചായയൊക്കെ കൊണ്ടുതരും. നല്ല തേനും കുബൂസും കൊണ്ടുതരും. പിന്നെ തേനും കുബൂസും മുറിച്ചിട്ട് പിന്നെ തേനും മുക്കിയിട്ട് തിന്നും. നല്ല കട്ടൻ ചായയും നല്ല സ്ട്രോങ് ഉള്ള കട്ടൻ ചായ അവിടെ നിന്ന് കിട്ടാറുള്ളത്. അപ്പോൾ എന്തായാലും പറഞ്ഞു വന്നത് ലൈത്ത് ബിൻ സഅദ് പറഞ്ഞപ്പോൾ അങ്ങനെ ഓർമ്മ വന്നതാണ്. അൻ അബി സുബൈർ അൻ ജാബിർ ബിൻ അബ്ദില്ലാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഉരിള അലയ്യൽ അംബിയാഉ, എനിക്ക് മുന്നിൽ അംബിയാക്കളെ പ്രദർശിപ്പിക്കപ്പെട്ടു. സ്വപ്നത്തിലായിരിക്കാം, മനസ്സിലായില്ലേ? അല്ല, ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉരിള അലയ്യൽ അംബിയാഉ, എനിക്ക് മുമ്പിൽ അംബിയാക്കളെ പ്രദർശിപ്പിക്കപ്പെട്ടു. ഓരോരുത്തരുടെ രൂപം അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തന്നു. അപ്പോൾ ഫൈദ മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ദർബുൻ മിനർ റിജാൽ, ഒന്നുകിൽ ഉറക്കത്തിലായിരിക്കാം, അല്ലെങ്കിൽ മിഅ്റാജിൻ്റെ രാത്രിയിലായിരിക്കാം. സഹാബികളിലൊക്കെ അങ്ങനെയാണ് പറയണത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ദർബുൻ മിനർ റിജാൽ കഅന്നഹു മിൻ റിജാലി ഷനൂഅ, യമനിലെ ഷനൂഅ ഗോത്രത്തിലെ ആളുകളെ പോലെയുള്ളവരായിരുന്നു മൂസാ നബി. ദർബുൻ മിനർ റിജാൽ പുരുഷന്മാരിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ പോലെയാണ്. കഅന്നഹു മിൻ റിജാലി ഷനൂഅ ഗോത്രത്തിലെ ആളുകളെ പോലെ, അഥവാ ഇറച്ചിയും തടിയും എല്ലാം കുറഞ്ഞവരാണ് അവർ. മൂസാ നബി എന്താണ്? കൂടുതൽ മെലിഞ്ഞവരല്ലെങ്കിലും അതിനോട് അടുത്തവരായിരുന്നു. നല്ല വെളുപ്പല്ല, നല്ലോണം മെലിഞ്ഞിട്ടല്ല, എന്നാലും തടിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്. വറഅയ്തു ഈസ ബിൻ മറിയം, ഈസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു. ഫൈദാ, അപ്പോൾ അഖറബു മൻ റഅയ്തു ബിഹി ശബഹൻ, ഞാൻ സാദൃശ്യപ്പെട്ടതായിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അടുത്തത് ഉർവത്ത് ബിൻ മസ്ഊദ്. ആരാണ്? അദ്ദേഹത്തോട് പിന്നെ ഏറ്റവും കൂടുതൽ സാമ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നിയത് ആരാണ്? ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. വറഅയ്തു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയെ ഞാൻ കണ്ടു. ഫഇദാ അഖറബു മൻ റഅയ്തു ബിഹി ശബഹൻ, ആരാണ്? സ്വാഹിബുക്കും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഞാൻ കണ്ടു. അപ്പോൾ ആ ഇബ്രാഹിം നബിയോട് ഏറ്റവും സാദൃശ്യമുള്ളതായിട്ട് ഞാൻ കണ്ടത് നിങ്ങളുടെ കൂട്ടുകാരനാണ്. ആരാത്? നബിതങ്ങൾ ഉദ്ദേശിച്ചത് നഫ്സഹു, നബിതങ്ങളെ തന്നെയാണ്. പറഞ്ഞാൽ നബിതങ്ങളെ തന്നെയാണ് തോന്നിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പോലെ. വറഅയ്തു ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ഫൈദ അഖറബു മൻ റഅയ്തുഹു ബിഹി ശബഹൻ ദിഹ്യ റളിയല്ലാഹു അൻഹു ആണ് ജിബ്രീലിനോട് ഏറ്റവും സാദൃശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയോട് വല്ലാതെ സാദൃശ്യമുള്ളവരായിരുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ, നബിതങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്ത് അനുധാവനം ചെയ്യാനാണ്. അത് ഇബ്രാഹിം നബി മുത്തുനബിയേക്കാൾ ശ്രേഷ്ഠതയുള്ള ആളായതുകൊണ്ടല്ല. അല്ലാഹു തആല എന്തെങ്കിലും ഹിക്മത്തുകൾ കണ്ടിട്ടുണ്ടാകും. മനസ്സിലായില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ഈ ദുനിയാവിൽ നബിതങ്ങളെക്കാൾ മുന്നേ ഉണ്ടായത്.
അല്ലാതെ എന്തല്ല, ലാലി കൗനിഹി അഫ്ളല മിൻഹു, നബിതങ്ങളെക്കാൾ അഫ്ളലായതുകൊണ്ടല്ല. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിന്തുടരാൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സരണി പിന്തുടരാൻ നബിതങ്ങളോട് എന്തായത്, കൽപ്പിക്കപ്പെട്ടത്. حدثنا سفيان بن وكيع ومحمد بن بشار المعنى واحد قال രണ്ടുപേരും പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും പറഞ്ഞ ഇതെന്താണ്, മാന ഒന്ന് തന്നെയാണ്. ഖാല രണ്ടുപേരും പറഞ്ഞു, അഖ്ബറബനാ യസീദ് ബിൻ ഹാറൂൻ അൻ സഈദ് അൽ ജുരൈരി ഖാല സമഅതു അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു യഖൂൽ, അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടു. റഅയ്തു നബിയ്യ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. വമാ ബഖിയ, ഏത് ഹാലിലെന്നറിയോ, വമാ ബഖിയ അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്ത് അവശേഷിച്ചിരുന്നില്ല, അഹദുൻ ഒരാളും, റആഹു നബിതങ്ങളെ കണ്ട, ഗൈരി ഞാനല്ലാതെ. അബൂ തുഫൈൽ എന്ന് പറഞ്ഞാൽ അവസാനം വഫാത്തായ സ്വഹാബിയാണ്, അവസാനം വഫാത്തായ സ്വഹാബി. ഇതെപ്പോൾ ഇത് പറയണത്, ഭൂമുഖത്ത് ഞാനല്ലാതെ നബിതങ്ങളെ കണ്ട ഒരാളും അവശേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വഹാബിയായിട്ട് ആരേ ഉള്ളൂ, ഈ അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹുവേ ഉള്ളൂ. ആ സമയത്താണ് പറയണത്. ഖുൽതു, ഞാൻ പറഞ്ഞു, സിഫ്ഹുലി, എനിക്ക് നബിതങ്ങളെ വർണ്ണിച്ചുതാ. ഖാല, അദ്ദേഹം പറഞ്ഞു, കാന അബിയല, നബിതങ്ങൾ നല്ല വെളുത്ത ആളാണ്, മലീഹൻ, നല്ല അഴകുള്ളവരാണ്, മുഖസ്വദൻ, നല്ല വടിവത്ത, കൂടുതൽ നീളമോ തടിയോ ഇല്ലാത്ത മിതമായ രൂപപ്രകൃതിയുള്ളവരായിരുന്നു. മുഖസ്വദ് എന്ന് പറഞ്ഞാൽ എന്താ, വടിവത്ത എന്ന് പറഞ്ഞാൽ കൂടുതൽ നീളമില്ല, നീളം കുറഞ്ഞതല്ല, തടി കൂടുതലില്ല, തടി കുറവില്ല, എല്ലാം മിതമായ രൂപത്തിലുള്ളവരായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. ഹദ്ദസനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുറഹ്മാൻ ഖാൽ حدثنا إبراهيم بن المنذر الحزامي قال حدثنا عبد العزيز بن أبي ثابت الزهري قال حدثني إسماعيل بن إبراهيم بن أخي موسى بن عقبة عن موسى بن عقبة عن كريب عن ابن عباس رضي الله عنه كان رسول الله ابن عباس رضي الله عنه بريان الله عند رسول ആയിരുന്നു أفلج الثنيتين, നല്ല വിടർന്ന പല്ലുള്ളവരായിരുന്നു. പല്ലുകൾ അടുപ്പിച്ചല്ല, കുറച്ച് വിടവുണ്ട്, പല്ലുകൾക്കിടയിൽ വിടവുണ്ട്. ഞാൻ നേരത്തെ വിശാലമായത് പറഞ്ഞല്ലോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ആ തുപ്പുനീരിങ്ങനെ കാണുമ്പോൾ, അവിടുത്തെ ഉമിനീര് കാണുമ്പോൾ തോന്നും എന്താണ്, ഉള്ളിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്നത് പോലെ തോന്നും. അതാ പറയണത്. ഇതാ ചക്കല്ലമ, മുത്തുനബി സംസാരിച്ചാൽ, റൂയകന്നൂർ യഖ്റുജു മിൻ ബൈനി സനായാഹ്, യാ സലാം, സംസാരിക്കുമ്പോൾ അവിടുത്തെ പല്ലുകൾക്കിടയിൽ നിന്ന് പ്രകാശം പുറപ്പെടുന്നത് കാണാമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹൽ മുസ്താഖൂന ബിനൂരി ജമാലി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അപ്പോൾ എന്താണ്, ഒരു അധ്യായം നമ്മുടെ അവസാനിച്ചു. 16ഓളം ഹദീസുകൾ നമ്മൾ വായിച്ചു. വിധങ്ങളുടെ സൃഷ്ടിഘടനയുമായി ബന്ധപ്പെട്ട സൃഷ്ടിഘടനയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ മറ്റ് ഹദീസുകളുടെ കൂട്ടത്തിലായിട്ട് വരും. എന്നാലും നമ്മൾ ഈ ഒരു അധ്യായം അവസാനിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മൾ പറഞ്ഞതൊക്കെ സ്വീകരിക്കട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതുമായ ഷമായിലിൻ്റെ ഹദീസുകളുടെ ബർക്കത്തും അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പറയാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അത് മുഖേന നബി തങ്ങളുടെ ഇഷ്ടം കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ഈ അധ്യായത്തിലെ ഹദീസുകൾ ഒന്നുകൂടെ കേൾക്കാൻ ബാക്കിയുള്ളവർക്കത് പൂർത്തിയായി കേട്ട് ഇൻഷാ അല്ലാഹ് നോട്ട് തയ്യാറാക്കാനുള്ളവരൊക്കെ തയ്യാറാക്കി ഇൻഷാ അല്ലാഹ് ഇരിക്കുക.